എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നയന അവാർഡ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ആദർശിന് ഭയങ്കര സങ്കടമാണ്. അന്നേക്കും ആ കാര്യം ജയനോട് പോയി പറയുന്നുണ്ട്. അന്നേരം ജയനും ചോദിക്കുന്നുണ്ട്, മോള് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലാത്തതാണല്ലോ, ഇതെന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ ജയനും സംസാരിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, അവളോട് ഞാൻ കുറേ പറഞ്ഞു, പക്ഷേ അവൾക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്, അവൾ ഇതിനൊന്നും വേണ്ടിയല്ല ഡിസൈൻ ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, സ്റ്റേജിൽ കയറി അവാർഡ് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയത്തില്ലല്ലോ, നീ ഒന്ന് പറഞ്ഞു നോക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞതാ അച്ഛാ, അവൾ സമ്മതിക്കുന്നില്ല, ഇനി അച്ഛനൊന്ന് സംസാരിച്ച് നോക്കുക എന്ന് പറയും. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, നീ സംസാരിച്ചിട്ട് മോള് കേട്ടില്ല എങ്കിൽ ഞാൻ പോയി പറഞ്ഞ മോള് കേൾക്കുമോ? ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും, അല്ലാതെ മോൾ ഇങ്ങനെയൊന്നും കാണിക്കാറില്ലല്ലോ, നമ്മളോട് അങ്ങനെ എതിർത്ത് സംസാരിക്കാറും ഇല്ല, എന്ത് പറഞ്ഞാലും കേൾക്കാറല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ആദർശ് പറയും, എന്തെങ്കിലും ആട്ടെ, എന്നാലും അച്ഛനൊന്ന് സംസാരിച്ച് നോക്കുക എന്ന് പറയും. സംസാരിക്കാമെന്ന് പറയും ജയൻ. നേരെ നയനയുടെ ക്യാബിനിലേക്ക് വന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നതേ നയന പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് എനിക്കറിയാം, അച്ഛാ ആ അവാർഡ് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, അവർ പോസ്റ്ററും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്ത് എല്ലാം മുന്നോട്ട് പോയതിന് ശേഷം മോൾ ഇങ്ങനൊരു കാര്യം പറയുന്നത് ശരിയാണ് എന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നത്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, അവർ പെട്ടെന്ന് എന്നോട് അവാർഡ് ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കത് വേണ്ട എന്നൊന്നും പറയാൻ തോന്നിയില്ല, അല്ലാതെ അവാർഡുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയുമായിരുന്നെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞേനെ എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അത് നമ്മളുടെ തെറ്റാണ് ശരിയാ, പക്ഷേ അത് അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ മോളെ, അവരിതെല്ലാം ചെയ്തതിന് ശേഷം മോള് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കളിയാക്കുന്നതിന് തുല്യമാവില്ലേ, പ്രത്യേകിച്ച് ദേവയാനിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടും മകളും ഒക്കെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാവില്ലേ, മോൾക്ക് ഈ അവാർഡ് വാങ്ങിക്കാൻ മേലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ജയൻ. അന്നേരം എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയാത്തൊരു വിഷമമൊക്കെ വന്നുണ്ട് നയനയ്ക്ക്. അന്നേരം നയന ജയനോട് പറയുവാണ്, അച്ഛാ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, അമ്മയോട് വിളിച്ച് പറഞ്ഞാലോ, അമ്മയുടെ അടുത്ത സുഹൃത്തൊക്കെ അല്ലേ ഗ്രേസി ആൻറ്റിയും മോളും ഒക്കെ, അന്നേരം എനിക്ക് അവാർഡ് വേണ്ട എന്നുള്ള കാര്യം അമ്മയെക്കൊണ്ട് പറയിപ്പിച്ചാലോ എന്നിങ്ങനെ പറയുക. അന്നേരം ജയൻ പറയുന്നുണ്ട്, ഈ അവാർഡിൻ്റെ കാര്യം നേരെ അവർ വിളിച്ച് പറഞ്ഞത് ദേവയാനിയോടാണെങ്കിൽ കൊടുക്കണ്ട എന്ന് അവൾ പറഞ്ഞേനെ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല, ഇത് ഇതുവരെ എത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് അവളുടെ അടുത്തോട്ട് ചെല്ലുന്നത് ശരിയല്ലല്ലോ മോളെ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് ഈ അവാർഡ് മേടിക്കാൻ താല്പര്യമില്ല അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരിത് വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ, വേണമെങ്കിൽ പവിത്ര നന്നായിട്ട് ഡിസൈൻ ചെയ്യുമല്ലോ, പവിത്രയ്ക്ക് കൊടുക്കട്ടെ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, ഈ അവാർഡ് മോൾക്ക് മേടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, മോൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, എന്നിട്ടൊരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് പോവുകയാണ്. അന്നേരം നയന മനസ്സിലോർക്കുക, അച്ഛാ വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ്, അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതിപ്പം അച്ഛൻ്റെ ഭാര്യയുടെ മനസ്സിൽ പറയാൻ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ നയന മനസ്സിലോർക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആൻമേരിയാണ്. ആൻമേരി ആകെ ടെൻഷനിലാണ്. ലാസ്റ്റ് സഹിയായിട്ട് നമ്മുടെ ദേവയാനി വിളിക്കും. എന്നിട്ട് എന്തായി ആൻറ്റി, നയന മേഡം പരിപാടിക്ക് വരുമോ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല എന്ന് പറയുമ്പം അൻമേരി പറയുന്നുണ്ട്, ഈ അവാർഡ് നമ്മൾ സംഘടിപ്പിച്ചതും ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ ആൻറ്റി പറഞ്ഞിട്ടാണ്, എന്നിട്ട് ഇപ്പം നയന മേഡം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാവോ എന്ന് ചോദിക്കുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെയുള്ള അവാർഡൊന്നും വാങ്ങിക്കുന്നത് താല്പര്യമില്ല എന്നാണ് പറയുന്നത്, സ്റ്റേജിൽ കയറി ഇങ്ങനെയുള്ള അവാർഡ് മേടിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാനാ, ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു നോക്കിയതാണ് എന്ന് പറയും. അന്നേരം ആൻമേരി പറയുന്നുണ്ട്, മേഡത്തിന് മുമ്പിൽ എന്തോരം സാധ്യതകളാണ് കിടക്കുന്നത്, ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാം, അതിൻ്റെ അവാർഡ് കിട്ടും, അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ളപ്പം ഇത്രയും ചെറിയൊരു അവാർഡ് പോലും മേടിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടണം എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, നോക്കട്ടെ, ഞാനൊന്നുകൂടി ശ്രമിച്ച് നോക്കട്ടെ, ഏതായാലും എൻ്റെ മരുമകൾ അവാർഡ് മേടിക്കുന്നത് എനിക്ക് കാണണം, അത് മറിഞ്ഞിരുന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ ഞാൻ നോക്കാം എന്ന് പറയുമ്പം താങ്ക് യു ആൻറ്റി, എനിക്കിപ്പോൾ സമാധാനമായി, ഏതായാലും പറഞ്ഞു വിട്ടേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ആൻമേരി ഫോം വയ്ക്കുന്നത്. പിന്നെ ദേവേനി ഓർക്കും, എന്താ മാർഗ്ഗം, ഇനി നയനെ സമ്മതിപ്പിക്കാൻ എന്താ മാർഗ്ഗം ഇങ്ങനെ എന്ന് ഓർത്തിട്ട് നമ്മുടെ മുത്തശ്ശീൻ്റെ അടുത്ത് ചെല്ലുക. അപ്പോൾ മുത്തശ്ശി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പലരും സ്വന്തമായിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കും, നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, വേറെ ആരുടെയും കാര്യമല്ല, ആ നയനയുടെ കാര്യം തന്നെയാണ്, അവളിപ്പം അവാർഡ് മേടിക്കാൻ പോകുന്നില്ല എന്നാണ്
പറയുന്നത്. ശരിക്കും അവാർഡ് വാങ്ങിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിൽ അവർ വിളിച്ചു പറഞ്ഞ സമയത്ത് പറയണ്ടേ, അല്ലാതെ അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷമാണോ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുക. അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട്, അങ്ങനെ എന്തായാലും മോള് പറഞ്ഞത് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോള് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ മോൾ അനുസരിക്കാറുള്ളതായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, ഇതാ പറയുന്നത് അവൾക്ക് അഹങ്കാരമാണെന്ന്. അവൾക്കൊരു അവാർഡ് കിട്ടിയപ്പോൾ അവളത് പോയി മേടിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഇടപെടുന്നത് ആൻ മേരിയും ഗ്രേസിയും ഒക്കെ ഇടപെട്ട് കൊടുക്കുന്ന ഒരു അവാർഡ് ആയതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവൾ അവാർഡ് മേടിക്കാൻ ചെല്ലില്ല എന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമാണ്. അതെനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയാൻ വേണ്ടി വന്നത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. മോൾക്കൊരു അവാർഡ് കിട്ടിയപ്പം നീ മോളുടെ അടുത്തോട്ട് പോയി അവളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് പകരം നീ അവളെ കളിയാക്കുകയല്ലേ ചെയ്തത്. അവൾക്ക് കഴിവുണ്ടായിട്ടൊന്നുമല്ല, നിൻ്റെ കൂട്ടുകാരികൾ കൊടുക്കുന്ന അവാർഡ് ആയതുകൊണ്ടാണ്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കൊടുക്കുന്നതെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ മോള് പോയി അവാർഡ് മേടിക്കുന്നത്, അതുകൊണ്ട് മോളെയും തെറ്റു പറയാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മോളോട് പോയി ഒന്ന് പറഞ്ഞാൽ എന്താ, നീ അവാർഡ് മേടിക്കണമെന്ന് നീ ഒന്ന് പോയി പറഞ്ഞു നോക്കി എന്നിങ്ങനെ പറയുവാണ് മുത്തശ്ശി. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അവാർഡ് മേടിച്ചാലും മേടിച്ചില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ദേവേനി സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിൽ മോൾ അവാർഡ് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞതും അങ്ങ് കണക്കാക്കി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. മോളെ പറഞ്ഞ് തിരുത്താനും ഇനി പറ്റത്തില്ല എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും, ഇനിയിപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേവേനി ഇത്തിരി വിഷമിച്ച് എഴുന്നേറ്റ് പോവാണേ. മുത്തശ്ശിക്ക് ദേവേനിയുടെ ഈ വെപ്രാളമൊക്കെ കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ജലജയാണ് കാണിക്കുന്നത്. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് നയന അവാർഡ് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അന്നേരമാണ് മുത്തശ്ശിയും ദേവേനി ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്നത് കാണുന്നത്. അന്നേരം അവരോട് പറയുന്നുണ്ട്, കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ, അവൾക്കിത് മേടിക്കാനുള്ള അർഹതയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവൾ അവാർഡ് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞ് നല്ല കാര്യം എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്, മോൾക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് മോൾക്ക് ആ അവാർഡ് കിട്ടിയത്. പിന്നെ അതിനെപ്പറ്റി നീ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരോട് പോയി ആ അവാർഡ് വാങ്ങിച്ചേനെ, ഇവിടെ അത് നടക്കില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പം ജലജ പറയുക, പിന്നെ ഇതുപോലൊരു ലോക്കൽ അവാർഡ് അവൾക്ക് കിട്ടുമ്പോൾ എല്ലാവരോടും കൂടെ പോകാൻ നിൽക്കുമല്ലേ എന്നിങ്ങനെ കളിയാക്കി പറയുവാണ്. അന്നേരം ദേവേനെ മനസ്സിലോർക്കുക, അയ്യടി അതിങ്ങനെ ലോക്കൽ അവാർഡൊന്നുമില്ല, നല്ല അവാർഡ് തന്നെയാണ്, അത് നിനക്ക് മനസ്സിലാവുകയില്ല, നീ ആ ലോക്കൽ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ദേവേനി. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നേക്കും അങ്ങോട്ട് നയനി ആദർശം വരും. അന്നേരം ജലജ പറയുന്നുണ്ട്, ദേ വരുന്ന ഒരുത്തി, അവൾക്കൊരു അവാർഡ് കിട്ടിയത്തേക്കും അവൾക്ക് അഹങ്കാരമാണ്, അതുകൊണ്ടാണ് അവളത് പോയി മേടിക്കാത്തതെന്നൊക്കെ ജലജ പറയും. അന്നേരം നയന പറയും, എനിക്ക് അഹങ്കാരം ഉള്ളത് കൊണ്ടൊന്നുമല്ല, എനിക്ക് ഈ അവാർഡിനോട് താല്പര്യമില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട്, അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞപ്പം പറയണമായിരുന്നു, അല്ലാതെ അവർ ഈ കാര്യങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് പോയി ഇത്രയും ചെയ്തതിന് ശേഷമല്ല വിളിച്ച് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾക്ക് ചേരുന്ന ഒരു നടപടിയല്ല എന്നിങ്ങനെ ദേവേനെ പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല, പിന്നെ അമ്മയല്ലേ പറഞ്ഞത് എനിക്ക് ഈ അവാർഡ് മേടിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടൊന്നുമല്ല, അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ ആ അവാർഡ് തന്നതെന്നൊക്കെ. പിന്നെ ഞാനെന്തിനാ പോയി മേടിക്കുന്നത്, അമ്മ തന്നെ അവരോട് പറഞ്ഞാൽ മതി ഇതിനെപ്പറ്റി എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല അവരോട് പറയാൻ, അതിൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞില്ലേ മോളോട് ഈ അവാർഡിനെ പറ്റി പോയി മേടിക്കണമെന്നൊക്കെ മോള് നീ പറഞ്ഞില്ലേ, ശരിക്കും ഇത് പോയി മേടിക്കേണ്ടതല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, ഞാൻ പറഞ്ഞു എന്നിട്ടും അവൾ കേൾക്കുന്നില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഇത് തന്നെയും ഞാൻ പറഞ്ഞു ഇവൾക്ക് അഹങ്കാരമാണെന്ന്, ഇപ്പം നീ പറഞ്ഞാൽ പോലും അവൾ കേൾക്കുന്നില്ല, കുറേ കഴിയുമ്പോൾ നിന്നെ തന്നെ വേണ്ടാന്ന് വെക്കും എന്നൊക്കെ ജലജയും പറയുന്നുണ്ട്. അന്നേരം ലാസ്റ്റ് എന്ന രീതിയിൽ നയന പറയുവാണ്, എനിക്ക് ഈ അവാർഡ് മേടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പോകത്തുമില്ല എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഞാനോ നീയോ മുത്തശ്ശനോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വേണ്ട എന്നൊരു വാക്ക് അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് മോൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ, നീ പറഞ്ഞാൽ കേൾക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം ആദർശ് പറയും, ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ അവൾ ഞാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല, അവൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് പറയും. അന്നേരം ജലജ പറയും, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നിൻ്റെ കാര്യത്തിലും അവൾ ഇതുപോലെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, പിന്നെ അവൾക്ക് അവാർഡ് മേടിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ, അമ്മ അവളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് തന്നെയായിരിക്കും അമ്മയുടെ കൂട്ടുകാരിയും മോളും ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഈ അവാർഡ് വേണ്ട എന്ന് അവൾ തീരുമാനിച്ചത് എന്ന് ആദർശ് പറയുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് നേരെ, അല്ലാതെ മോൾക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഇവളൊന്ന് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തില്ലല്ലോ, അതും
ചിലപ്പോൾ കാരണമായിരിക്കുമെന്ന് മുത്തശ്ശി പറയുമ്പം ആദർശ് പറയുകയാണ്, സ്വന്തം തെറ്റ് ആരും അംഗീകരിക്കുകയല്ലോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ട് പോവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, ദേവയാനി നിനക്കൊന്നും അവളോട് സംസാരിക്കാൻ മേലെ ചോദിക്കുമ്പോൾ, പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇത് കൂടുതലൊന്നും സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട്. ഏതായാലും ആദർശ് റൂമിലോട്ട് ചെല്ലുന്ന വഴിക്ക് നയനോട് പറയുന്നുണ്ട്, നിൻ്റെ ഈ സ്വഭാവം എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഈ അവാർഡ് ഇനി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ല, അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ മുഖത്ത് കരിവാരി തേച്ച പോലെ ഒരു അവസ്ഥ വരും, അത് ചെയ്യരുത് നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ എന്ന് പറയുമ്പോൾ, എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയത്തില്ലേ, നീ പോയി ഈ അവാർഡ് മേടിക്കണം, ഈ അവാർഡ് കൊണ്ടുവന്ന് ഞാൻ നമ്മുടെ ഹാളിൽ തന്നെ വെക്കും, അപ്പോൾ അത് കാണുന്ന എൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ ചിന്തിക്കുമല്ലോ നീ അത്ര നിസ്സാരക്കാരിയല്ല എന്ന്, അതിനു വേണ്ടിയാണ് എന്നൊക്കെ പറയുവാണ്. അന്നേരം നയന പിന്നെ അങ്ങ് സമ്മതിക്കും, പോകാം എന്നുള്ളൊരു രീതിയിലോട്ട് ആകുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, വേറെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല, സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ തന്നെയല്ലേ കാണുകയുള്ളൂ, ആണുങ്ങളായിട്ടുള്ള ആരും കാണിയില്ല, പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, ഏതായാലും സ്ത്രീകൾ മാത്രമേ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ളിടത്തേക്ക് എൻ്റെ അമ്മായിമ്മ വരുമോ, ഞാൻ അവാർഡ് മേടിക്കുമ്പം അവിടെ എൻ്റെ അമ്മായിമ്മയും കാണണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്, അത് അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ആദർശേട്ടന് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് നയന. അന്നേരം ആദർശ് പറയും, ഓ അമ്മ അത് സമ്മതിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അമ്മയോട് പറഞ്ഞ് ചിലപ്പോൾ അത് അമ്മ അംഗീകരിച്ചൊന്നും വരത്തില്ല, അത് അങ്ങനെ ചെയ്താൽ തന്നെ അമ്മ തോറ്റതുപോലെ ആകില്ലേ, അതുകൊണ്ട് അമ്മ വരില്ലായിരിക്കും എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, അമ്മ എപ്പോഴും ജയിച്ച് നിൽക്കണം, അപ്പം ഭാര്യ തോറ്റാലും കുഴപ്പമില്ലേ എന്ന് വയ്ക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇവിടെ നീയും തോക്കുന്നൊന്നുമില്ലല്ലോ, തല ഉയർത്തി പിടിച്ചു പോയി അവാർഡ് മേടിക്കുമല്ലോ, പിന്നെ എങ്ങനെയാണ് തോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോകുമ്പം നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. നയനേനെ നിർബന്ധിക്കുമായിരുന്നല്ലോ ദേവയാനി അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ്, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഓർത്തിട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും.